ഞാനാണല്ലോ വേവ് നോക്കിയ, അതുകൊണ്ടാണ് നമുക്ക് താമസിച്ചത്. നിനക്ക് പിന്നെ വേവ് നോക്കാൻ അറിയത്തില്ലല്ലോ. എന്താണെന്നറിയത്, ഇതൊരു മലബാർ സ്റ്റൈലാ. നീ പിന്നെ മലബാർ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറും പോയി ഒരു ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും ഞാനും അച്ചുവും പിന്നെ നമ്മുടെ ഒരു അനിയനൊക്കെ ഉണ്ട്. പിന്നെ രണ്ടുപേരും ഇനിയും വരാനുണ്ട്, അവർ വന്നിട്ടില്ല. അതുകൊണ്ട് വന്നൊക്കെ കഴിഞ്ഞ് കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഏതായാലും വീണ്ടും നമ്മൾ അന്നത്തെ മീനിൻ്റെ വീഡിയോ ചെയ്തത് ആ കാണുന്ന ആ കടവിലാട്ടോ. ആ നേരെ കാണുന്ന കടവിലാണ് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത്. നമ്മുടെ അപ്പച്ചൻ്റെ വീട് ഇതാ കാണുന്നതാണ്. പിന്നെ കരുമാടിക്കുട്ടൻ പഴയ പോലെ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തേനായിട്ട് ഒരുപാട് പാത്രവും വെള്ളമൊക്കെ വീണ്ടും നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗവും കുറ്റിയൊക്കെ ഇരിപ്പുണ്ട്. പാത്രം അത്യാവശ്യം ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി സാധനം ഇതുങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അഖിലിനെ പല വീടിലും കണ്ടിട്ടുണ്ട്. എടാ, എന്താ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. തലശ്ശേരി ബിരിയാണി നീയാണോ വെക്കുന്നത്? പിന്നെ പൊളിക്കോ? പിന്നെ ഇവനെ നമ്മള് കുമ്പളങ്ങിൽ നിന്ന് വരുത്തിച്ചാട്ടെ, ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം മരിച്ചാ. ലാസ്റ്റ് വീഡിയോയിൽ നീ കൊണ്ടാ, ശരിയാ, നീ ആ വെള്ളത്തിന്റെ അടിയിൽ കൂടെ വന്നിട്ട് ഒരുപാട് ഗൗരവ മീൻ കിടന്ന അത് ഒരുപാട് സംഭവം ഒരുപാട് പേര് പറഞ്ഞ വീഡിയോ. നീ മനഃപൂർവ്വം ചെയ്താണോന്നൊക്കെ ചോദിച്ചായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇഞ്ചി ചീവിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കി പരിപാടി നമ്മൾ പതുക്കെ വാഴയില കാണുന്ന വീട്ടിൽ പോയി നമ്മൾ ചോദിച്ചിട്ട് വെട്ടിയെടുത്തോണ്ട് വന്നേ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഗ്യാസ് കുറ്റിയും അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാഴയില എടുത്ത് ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇഞ്ചി മാത്രമേ ഇത്രയും നേരമായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ. അഖിൽ സവാള അരിയുന്നു. ഇത് നടക്കും. അച്ചുവേ, അയ്യോ നിന്നെ കാണിച്ചില്ല. അച്ചു വിഷയോ ഒന്നും പറയാനില്ലേ? എനിക്ക് ഭയങ്കര അധ്വാനമായിട്ടുള്ള പണിയില്ല, വിഷയ സമയമില്ല. ഇത്ര നേരം ഞാനല്ലടാ ഇത് ചെയ്തോണ്ടിരുന്ന. പിന്നെ വളരെ പിന്നെ വായിന്ന് വേറെ വല്ലതും വരും. നമുക്കിനി വെളുത്തുള്ളി പൊളിക്കാം സുഹൃത്തുക്കളെ. വെളുത്തുള്ളി പൊളിക്കാം. അച്ചു, നിനക്ക് വെളുത്തുള്ളി പൊളിക്കാൻ അറിയാടാ? ഓ, എനിക്കറിയത്തില്ല. ഞാൻ വെളുത്തുള്ളി പൊളിക്കാറില്ല, ഞാൻ പച്ചുള്ളി പൊളിക്കാം. പണ്ട് ഈ കല്യാണ വീടുകളിലാടാ കാറ്ററിംഗ് ഒക്കെ വരുന്നതിന് മുമ്പേ അമ്മമാരും എല്ലാരും കൂടി ഇരുന്നിട്ടേ പൊളിക്കും. ശ്രദ്ധിച്ചു, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടോ എല്ലായിടത്തും പൊളിക്കുന്നുണ്ടല്ലോ? ഞാൻ പണ്ട് കല്യാണം വീട്ടിൽ പോയിട്ടില്ല. നീ അങ്ങനെ എവിടെയെങ്കിലും പണ്ടൊക്കെ, ഇനിയെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി ഇപ്പൊ എല്ലാരും കാറ്ററിംഗ് അല്ലടാ. പക്ഷെ നമുക്കൊരു കാറ്ററിംഗ് തുടങ്ങിയാരാ? അനുമോൻസ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, അല്ല ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ്. അനുമോൻസ് ഇവന്റ്സ് വേണം. അപ്പൊ കുതിരയ്ക്കും എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എൻ്റെ അടുത്ത് എല്ലാരും ചോദിക്കുന്നുണ്ടോ, നീ ആദത്തിന് പഠിച്ചിട്ട് നിനക്ക് എന്താ ഗുണമെന്ന്? എന്താ നിനക്ക് ശരിക്കും ഗുണം? അതിന് നമുക്ക് ഗുണമെന്ന് പറയാൻ, നമ്മള് ഒരു മാസം നമുക്ക് 2 പ്രോഗ്രാം ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട്. സേവ് ദി ഡേറ്റ്, കല്യാണം, ഫോട്ടോഷൂട്ട്. എന്റെ കല്യാണത്തിന് ആദത്തിനെ നീ കൊണ്ടുവരണം കേട്ടോ. ഇല്ല, അതെനിക്ക് ബുദ്ധിമുട്ടാവും. നിനക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടിലൊക്കെ ഒരു പണിയെടുക്കാത്ത അച്ചു അഖിലും കൂടി ഇരുന്ന് കാണിക്കുന്ന നോക്കി. ഞാൻ പിന്നെ പണിയെടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്കിത് റെസ്റ്റാ. എന്നും റെസ്റ്റാണ്. അതല്ല, വീട്ടില് അച്ഛൻ്റെ ബന്ധുക്കാരൊക്കെ ഇപ്പോൾ വിളിച്ചിട്ട് മോനെ ഒരു 1 കിലോ മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് വെട്ടി തറേനൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ലടാ. നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്ന അതിൻ്റെ അപ്പുറമാണ് കേട്ടോ, കരുമാടിക്കുട്ടൻ്റെ അപ്പുറമാണ്. അച്ഛൻ്റെ വണ്ടിയിലാണ് നമ്മൾ സാധനമല്ല ഇങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പോൾ സൈക്കിൾ എടുത്തോണ്ട് വിവേക് വന്നിട്ടുണ്ട്. വിവേകേ, ഇനി നീ വീഡിയോ എടുത്തോട്ടാ. ഞാൻ പണിയെടുക്കുന്ന വീഡിയോ എല്ലാം നീ എടുത്തോ. അവന്മാരെ കിട്ടിയില്ലാലും കുഴപ്പമില്ല. പച്ചക്കറി കഴുകണേ, ഇതെല്ലാം ഒന്ന് വൃത്തിയായതിനു ശേഷം മാത്രം ഒന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അവിടെ വള്ളം വരുന്നതിന്റെ ഹൗസ് ബോട്ടാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനിച്ചേട്ടനാ. സായിപ്പുമാരാണെങ്കിൽ യൂട്യൂബിൽ പെന്നെന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള പരിപാടിയാണ്. എന്താണെന്ന് നോക്കാം. അനിച്ചേട്ടൻ 3G ആയിട്ടുണ്ട് ഗൈസ്, നൈസായിട്ട് 3G ആയിട്ടുണ്ട്. ഒന്നുമില്ല. നമുക്കൊരു കാര്യം ചേടാച്ചു, നമുക്ക് ഈ മീൻ തീറ്റ് കൊത്തുന്നതേ നമുക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുത്താലോ? വെള്ളത്തിൻ്റെ അടി കൊള്ളാമല്ലേ ആ പരിപാടി? പരിപാടിയാ.
നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞ് കഴിഞ്ഞ്, സവാള അരിഞ്ഞ് കഴിഞ്ഞ്, തക്കാളി അരിഞ്ഞ് കഴിഞ്ഞ്. ഇവിടെ ഈ 2 തക്കാളിയാ നമുക്ക് സാലഡിന്. ഓക്കെ. പിന്നെ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പോലത്തെ ഉദ്ഘാടനം അനിച്ചേട്ടൻ കത്തിക്കാൻ പോകട്ടെ. അനുമോൻ ബ്ലോഗ്സ്. നമ്മുടെ സ്റ്റവ് നമ്മുടെ ലോകമാണ് കേട്ടോ. നമുക്ക് അത് അടിക്കണം. ചട്ടി പൊട്ടിത്തെറിച്ച ഒരുപാട് ചരിത്രമുള്ള ഞാൻ തന്നെ ഇവിടെ ചട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ചട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം എവിടെ നടാ മേടിച്ച തിരുവനന്തപുരം ഉദയംകുളങ്ങരയെന്ന് മേടിച്ച അലായിയുടെ ചട്ടിയാണ് ഇത്. അലായി എന്ന് പറയുന്ന ഒരു ഇത്തവണത്തെ ചട്ടി പൊട്ടിത്തെറിക്കാൻ ഇത് പൊട്ടിത്തെറിക്കാൻ വളരെ ചാൻസ് കുറവാണ്. പൊട്ടിത്തെറിക്കാത്ത ചട്ടി പറഞ്ഞു മേടിച്ചാണ് സുഹൃത്തുക്കളെ. ദമ്മ് ചെയ്യാതെ കേട്ടോ. തലശ്ശേരി ദം ബിരിയാണിയൊക്കെ അങ്ങനെ. തലശ്ശേരി ബിരിയാണിയൊക്കെ അങ്ങനെ ദമ്മ് ചെയ്യാതെ അടിക്കാതെയും ചെയ്യാം അല്ലേ? അങ്ങനെയും ചെയ്യാം. സവാള മുറിച്ചെടുക്കാൻ പോണേ കേട്ടോ. ബിസ്തക്ക് വേണ്ടിയാണേ. ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. വഴറ്റിയെടുക്കരുത്. അധികം മുരിഞ്ഞു വരണ്ട. ഒരു ഗോൾഡൻ പരുവത്തിലാവുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളിവടയുടെ ഒരു ബജ്ജിക്കടയുടെ ഒരു മണമുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിടരുത്. ഇത്തിരി അടർത്തി ഇടണം, എന്നാലും ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. പരിപ്പും കിസ്മിസും എല്ലാം ഇവിടെ വിവേക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇതൊരു ഗോൾഡൻ കളറിലാക്കി എടുക്കണം. അധികം മൊരിച്ചെടുക്കരുത്. ഇതിപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്നത് ഇത് ഇടുകയാണേ. നല്ല ചൂടായതുകൊണ്ട് ഇട്ട് നമ്മൾ കോരി എടുക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയം. അടുത്ത സവോള നമ്മൾ അടുത്ത സെക്ഷൻ. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച സാധനമാണ്. ഞാൻ അടുത്ത സവോള ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് പരിപാടി നടത്തണം. സവോളയായിട്ട് വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ പച്ചമുളക് ചതച്ചതാണ്. ഓക്കെ. ചിക്കൻ നല്ല ഞാൻ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പീസാണ്. ഞാൻ കഴുകൊണ്ട് പറയല്ല. ഇനി ചിക്കൻ്റെ കാര്യം പറയുമ്പോൾ ഈ ചിക്കൻ നമുക്ക് മേടിച്ചത് അനീസ് ചിക്കനിൽ നിന്ന് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞ് അവർ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്പർ കൊടുത്തേക്കാം. അമ്പലപ്പുഴക്കാർക്ക് എവിടെ ആണെങ്കിലും അവർ വീട്ടിൽ കൊണ്ടുതരും. നിങ്ങൾ സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അടുത്ത് നമ്മൾ മല്ലിപ്പൊടി ഇടുവാണ്. പേപ്പറിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് കൊണ്ടുവരുന്ന മല്ലിപ്പൊടിയാണ് ഇത്. 1/2 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാനും കൂടിപ്പോയാലൊന്നല്ലേ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ മതി. അധികം മസാലയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഗരം മസാലയാണ് ഇടുന്നത്. ഒരു 2 ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി. ഞങ്ങളിപ്പോൾ വളർന്ന് കൊണ്ടുവന്നിരിക്കും. ചിക്കൻ ഇടാൻ ടൈമായി കേട്ടോ. ചിക്കൻ ഞാനാട്ടോ ഇടുന്നത്. ചിക്കൻ അനുമാനം ഇടുന്നത് അത് വേറെ കാര്യം. ചിക്കൻ അനുമാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. ഷെഫിന്റെ അനുവാദത്തോടെ നമ്മൾ ചിക്കൻ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് മാറി വൈറ്റ് ഷെയ്ഡ് വരണം. മല്ലിയിലയാണ്. നമ്മളിനി വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. എന്നാലേ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടത്തുള്ളൂ. അരങ്ങനീര് അരിയുണ്ട്. 1.25 കിലോ അരിയുണ്ട്. 5 പേർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തലശ്ശേരി ബിരിയാണിയൊക്കെ എന്തരിയാണ് നീ എടുത്തിരിക്കുന്നത്? ഇതിപ്പോൾ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. കൈമ അല്ലെങ്കിൽ ജീരകശാല റൈസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായിരിക്കും ഇത്രയും കൂടി ടേസ്റ്റി. ഇന്ന് കഴിക്കും കേട്ടോ. അടുത്ത നമ്മൾ ബിസ്ത ഇടാൻ പോണേ കേട്ടോ. ഇതിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. തലശ്ശേരി ബിരിയാണിക്ക് ഇത് മസ്റ്റായിട്ട് ഇടുന്നതാണ്. ഇതൊന്ന് അല്പം ഒന്ന് പൊടിച്ചിങ്ങനെ ഇതാക്കി ഇട്ടാൽ മതി. ഇത്രയും കൂടി തിക്നെസ് വരും. ഏകദേശം നല്ല നമ്മുടെ കറി നല്ല പറ്റി വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു പെപ്പർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. അല്ല ടേസ്റ്റ് അല്ല, ആ ഒരു മണം അടിക്കുന്നു. ഒരു രക്ഷയില്ല. ഇപ്പോൾ തന്നെ ഇത് മാത്രമായിട്ട് കഴിച്ച് തീർക്കുമെന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അടച്ചോളൂ. അരി പാകം ചെയ്യാൻ പോണേ കേട്ടോ. ഇത്തിരി എണ്ണക്കും ഇതെല്ലാം പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇട്ടിരിക്കുക. ആദ്യം ഡാൽഡയിലാണ് കേട്ടോ ചെയ്യുന്നത്. അല്പം ഫ്ലേവറിന് വേണ്ടി കറുവാപ്പട്ട ഇടുന്നുണ്ടേ. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണേ. ഇത് നമ്മുടെ ഈ ചോറ് തമ്മിൽ കൂട്ടി ഒട്ടിയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ നാരങ്ങയെല്ലാം പിഴിഞ്ഞൊഴിക്കുന്നത്. വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അരി ഇടുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചാൽ നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. അരി നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചോറ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യണം കേട്ടോ. ഇടുന്നു നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും നേരത്തെ നമ്മൾ വറുത്തുകോരി വെച്ചാണ് ഗാർണിഷ് ചെയ്യുക. ഈ പാത്രത്തേക്ക് കളർഫുൾ. നമ്മ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല. എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ദം ചെയ്ത് വെച്ച വീണ്ടും ഒന്നുകൂടെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ടേ. നമ്മൾ ദമ്മെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ മേളിലൊരു കല്ലും വെച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയാക്കി. തലശ്ശേരി ബിരിയാണി അല്ലേ ചേച്ചി? അതെ, സെറ്റല്ലേ? ബിരിയാണി കഴിക്കാൻ നമുക്ക് തലശ്ശേരി പോകേണ്ടി വന്നില്ല.
ഞങ്ങളെപ്പോൾ തുടങ്ങിയാന്നറിയോ എൻ്റെ ദൈവമേ. പക്ഷെ ഞങ്ങള് 10 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 12 മണിയാകുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകണം. എനിക്കാണെങ്കിൽ ഇന്ന് കൊല്ലത്തൊരു പരിപാടി ഉണ്ട്. അപ്പം 3 മണിക്കായിരുന്നു, ഇപ്പം 2:20 അല്ലേ? 10 കൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് ഇനി നേരെ സമയം കളയാതെ എടുത്ത് വാഴയിലോട്ട് അങ്ങ് തട്ടാം അല്ലേ? അഖിൽ തന്നെ ചെയ്തോട്ടെ. ഷെഫ് അഖിൽ എല്ലാം കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് കയറി വരുന്ന യശ്വന്ത്. ഇവനെയൊക്കെ എന്ത് ചെയ്യണോടാ? ഇനി കൈയും കഴിക്കാൻ അങ്ങ് വന്നാ മതിയല്ലോ. സുഖമായല്ലോ. നീ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. അല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മളിനി കൊടുക്കായിരിക്കും. നമ്മളിവിടെ കൈ കഴുകി ഇരിക്കണമെന്നല്ലേ പറയത്തുള്ളു. വാ ഇപ്പറയാ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് എൻ്റെ ദൈവമേ, അത്യാവശ്യം നല്ല ചൂടാടാ. ഇത് കുറേ നേരം ആയില്ല നമ്മൾ വെച്ചിട്ട്, എന്നിട്ട് ഇപ്പോഴും നല്ല ചൂടാണ്. നമ്മള് 2 റൈസ് അല്ലേ? നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ മലബാറിൽ നിന്ന് ഇറക്കിയ ഷെഫാ. നിനക്കറിയോ ഇവനാ? ഷെഫ് അഖിൽ. ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ എടുക്കണമെന്നുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെറുതെ വലിക്കുമ്പോൾ തന്നെ ഊരി വരും. പക്ഷെ എന്താ അത് നീ തന്നെ ടേസ്റ്റ് പറ. സംഭവം എന്താണെന്നറിയോ? ഇതൊരു മലബാർ സ്റ്റൈലാ. നീ പിന്നെ മലബാർ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. മലബാർ റൈസാണ്. അടിപൊളിയാണ്, അടിപൊളിയാണ്. നമ്മുടെ ഇന്നത്തെ തലശ്ശേരി ബിരിയാണി വ്ളോഗ് ഇതോടെ നമ്മൾ നിർത്തുവാണ്. അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി ബിരിയാണികളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. ഇതേപോലെ നമ്മൾ ബിരിയാണിയൊക്കെ എല്ലാവരും വെക്കുന്നത്, എന്നാലും ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് വെക്കുമ്പോൾ അതിലൊരു വെറൈറ്റി വരുന്നത് അല്ലേ? ഇവിടുത്തെ ഒരു വൈബ് നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ കിട്ടത്തില്ലല്ലേ? നമ്മളിപ്പോൾ എപ്പോൾ വന്ന് എത്ര പേര് ഇവിടെ കൂടിയെന്ന് അറിയോ? നമ്മൾ ഒരുപാട് പേര് ആള് കൂടി അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം തീടുവാണോ കത്തിക്കുവാണോ? അതെ അതെ, ഇവിടെ വല്ല തീടാൻ വന്നാണ് ഗ്യാസ് ഇവിടെ പരിപാടി. പ്രത്യേകിച്ച് ആ വീട്ടിൽ അവർ നമുക്ക് വാഴയിലേക്ക് തന്നു. പിന്നെ നിങ്ങൾ ആ ചിക്കൻ കടക്കാരൻ്റെ കാര്യം മറക്കണ്ട. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അനീസ് ചിക്കൻ കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ സ്ഥലം അവിടെ കൊണ്ട് ചിക്കൻ തരും. ഡെലിവറി ചാർജ് ഒന്നും മേടിക്കത്തൊന്നുമില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതെ, ബൈ ബൈ.